പഠിപ്പിച്ചു. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹ്. 7 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ തണൽ, പ്രത്യേകമായ പരിഗണന ഉണ്ടാകും. അതിലൊന്ന് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി, പള്ളികളോട് ഹൃദയം ബന്ധപ്പെട്ടവൻ ആണ് എന്ന്. ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നു, പള്ളിയോട് കൽബ് ബന്ധപ്പെട്ടവർ തന്നെയാണ്. പള്ളി ഉണ്ടാക്കലും പള്ളിയിൽ ജമാഅത്തിന് പോകലും പള്ളി ഉണ്ടാക്കുന്നതിൽ സന്തോഷിക്കലും അതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കലും എല്ലാം പള്ളിയോട് ബന്ധപ്പെടൽ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളെല്ലാവരെയും ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. പള്ളിയിൽ വെച്ച് ചെയ്യുന്ന ഇബാദത്ത് നിസ്കാരം, ഈ നിസ്കാരത്തിന്റെ പോരിശ പറഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസമോ പറഞ്ഞാൽ തീരൂല. 100 കാരണം നിസ്കാരം മറ്റ് ഇബാദത്തുകളെക്കാൾ പുണ്യമായതാണ് എന്നതിന് നമുക്ക് പറയാനുണ്ട്. ഞാനൊരു കാര്യം മാത്രം പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. അടിമകൾ അല്ലാഹുവിനോട് നേരിട്ട് സംസാരിച്ച് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നേരിട്ട് അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. എന്നാൽ അതേ നിസ്കാരത്തിൽ തന്നെ അല്ലാഹുവിന്റെ ഹബീബിനോടും നേരിട്ട് സംസാരിക്കണം. കണ്ടില്ലേ, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സർവ്വ അമലുകളും സർവ്വ പ്രവർത്തനങ്ങളും സർവ്വ കാര്യങ്ങളും സർവശക്തനായ അല്ലാഹുവിന്റെ മുമ്പിൽ തിരുക്കാഴ്ചയായി സമർപ്പിച്ചതിന് ശേഷം അതാ അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുന്നു, അല്ലാഹുവിനോട് മാത്രം സമർപ്പിക്കുകയും അല്ലാഹുവിനോട് മാത്രം അഭിമുഖീകരിക്കുകയും ചെയ്താൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിമുഖീകരിക്കണം, അവിടത്തോട് സംസാരിക്കണം. അവിടത്തോട് സഹായം അഭ്യർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ ഓ ബഹുമാനപ്പെട്ട ഹബീബായ നബിയെ, അല്ലാഹുവിന്റെ രക്ഷയാകുന്ന സലാം അങ്ങയുടെ മുമ്പിലിതാ ഞാൻ സമർപ്പിക്കുന്നു. ഇത് സമർപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങോട്ട് പറയും വഅലൈക്കസ്സലാം, അല്ലാഹു തന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനെ കൊണ്ടുള്ള ഒരു സഹായം കൂടി നമുക്ക് അവിടെ കിട്ടുകയാണ്. ആ സഹായം നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെയാണ് അവിടുത്തെ മുമ്പിൽ സലാമിനെ സമർപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ ഹബീബിന്റെയും മുമ്പിൽ ഒരേ ഇബാദത്തിന്റെ ഉള്ളിൽ തിരുക്കാഴ്ചകൾ സമർപ്പിക്കുന്ന ഇബാദത്താണ് നിസ്കാരം. അതുകൊണ്ട് എല്ലാവരും നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, അല്ലാഹുവിൽ കോടാനുകോടി മലക്കുകളുണ്ട്, കോടിക്കണക്കിന് മലക്കുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഈ മജ്‌ലിസിലെല്ലാം അല്ലാഹുവിന്റെ മലായിക്കത്ത് കൊണ്ട് ദിക്ർ ചൊല്ലുന്ന മജ്‌ലിസ്, ഇൽമു പറയുന്ന മജ്‌ലിസ്, വഅദ് പറയുന്ന മജ്‌ലിസ്, ഖുർആൻ ഓതുന്ന മജ്‌ലിസ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന മജ്‌ലിസ്, ഇവിടെയെല്ലാം അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകുമല്ലോ. അങ്ങനെ അല്ലാഹുവിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകൾ ഉണ്ട്. എന്നാൽ ആ മലക്കുകളിൽ അധിക മലക്കുകളും
ഒരു പ്രവൃത്തി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരായിരിക്കും. ചില മലക്ക് ഖിയാമത്ത് നാൾ വരെ നൃത്തം, മറ്റു ചില മലക്ക് ഇരുത്തം, വേറെ ചില മലക്കുകൾ റുക്കൂ, വേറെ ചില മലക്കുകൾ സുജൂദ്, വേറെ ചില മലക്കുകൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ പറയും. അങ്ങനെ അല്ലാഹുവിന്റെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഉള്ള മലായിക്കത്തുകൾ ചെയ്യുന്ന ഇബാദത്ത് മുഴുവനും കൂടി 5 മിനിറ്റ് നേരം കൊണ്ട് നാം ചെയ്യുന്ന നിസ്കാരം, അതിന്റെ ഉള്ളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തന്നു. ഈ നിസ്കാരത്തിന്റെ ഉള്ളിൽ നൃത്തമുണ്ട്, ഇരുത്തമുണ്ട്, റുക്കൂഉണ്ട്, സുജൂദുണ്ട്, തസ്ബീഹ്, തഹ്മീദ്, തംജീദ്, തഅലീം, തക്ബീർ, തഹ്ലീൽ, സ്വലാത്ത്, അങ്ങനെ ഇതെല്ലാം നമ്മുടെ നിസ്കാരത്തിന്റെ ഉള്ളിൽ. അപ്പോ കോടിക്കണക്കിന് മലായിക്കത്ത് ചെയ്യുന്ന ഇബാദത്തുകൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന നിസ്കാരത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുമിച്ച് കൂട്ടി തന്നു. അത്രയും വലിയ പുണ്യമായ ഇബാദത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സഹാബത്ത് നിസ്കാരം കൊണ്ട് എത്രയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ കേട്ടില്ലേ? ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിന്റെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ടു, അവരുടെ വീട്ടിൽ കെട്ടിയിട്ടു. അങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചു. ധാരാളം മുശ്രിക്കുകളൊക്കെ തടിച്ചുകൂടി ഖുബൈബിനെ കൊല്ലുന്നത് കാണാൻ വേണ്ടി തടിച്ചുകൂടി. അങ്ങനെ ഖുബൈബിനോട് പറയുന്നു, ഖുബൈബേ, നിന്നെ ഞങ്ങളിതാ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. നിനക്ക് എന്താണ് ആവശ്യം? ഭക്ഷണം വേണമോ? നല്ല ഭക്ഷണം. നിനക്ക് നല്ല പെണ്ണ് വേണമോ? അത് തരാം. നിനക്ക് എന്താണോ സുഖിക്കേണ്ടത് അത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവ്വലു മൻ സല്ലാ ഖബ്ലൽ ഖത്ലി ഖുബൈബ്. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരണം, അതാണ് എന്റെ ആവശ്യം. നോക്ക് നിങ്ങൾ, 2 റക്അത്ത് നിസ്കരിച്ച് ഖുബൈബ് അല്ലാഹുവിനോട് പറയുന്നു, ഇനിയും എനിക്ക് ധാരാളം നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ മരണത്തിന് ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുകയാണെന്ന് ഇക്കൂട്ടര് പറഞ്ഞു കളയും. അതുകൊണ്ട് ഞാൻ 2 റക്അത്ത് കൊണ്ട് മതിയാക്കുന്നു. ഈ നിസ്കാരം നീ സ്വീകരിക്കണമേ റഹ്മാനെ. എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെന്റെ സലാം എത്തിച്ചു കൊടുക്കുകയും എന്റെ മരണവാർത്ത അറിയിച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട്, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി സിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ وذلك في عاطر إلهي وإن يشهد يبارك على أوصال شرب ممزعي എന്ന് പറഞ്ഞുകൊണ്ടതാ തൂക്കുമരത്തിലേക്ക് നടക്കുന്നു. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത്. എന്നെ ഇഞ്ചിഞ്ചായി മുറിച്ച് കട്ടമാക്കി കളഞ്ഞാലും ധൂളിയാക്കപ്പെട്ടാലും ഒരുമിച്ച് കൂട്ടാൻ ഉദ്ദേശിച്ചാൽ സാധിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുമരത്തിലേക്ക് പോകുന്ന ഖുബൈബ്, അവ്വലു മാ സന്ന ഇൻദൽ ഖത്ലി റക്അത്തൈനി ഖുബൈബ് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തത് കാണാം. ഖത്ലിന്റെ സമയത്ത് 2 റക്അത്ത് ആദ്യമായി നടപ്പിൽ വരുത്തിയ ആള് ഖുബൈബാണെന്ന് സഹോദരങ്ങളെ. അങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് പോലും നിസ്കാരം വേണം, സുന്നത്ത് നിസ്കരിക്കണം എന്ന് കരുതിയവരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫർള് നിസ്കാരത്തിന്റെ കാര്യം നിർബന്ധമായും, അതുപോലെ റവാത്തിബ് സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, മറ്റുള്ള എല്ലാ സംഗതികളും നിസ്കരിക്കണം, ഇബാദത്തുകൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനം